ജനിക്കുന്നോടത്തുള്ള A to Z കാര്യങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. നിങ്ങൾ പറയണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ എന്തിനാ ഇങ്ങനെ. ഞാൻ പറയാം, നിസ്സാരം സോഷ്യൽ മീഡിയയിൽ ഹൈ ലെവലിൽ നിൽക്കുന്ന പ്രണവ്, പ്രവീൺ, ഇവർ ഏട്ടൻ അനിയനാണ്. ഇവരുടെ പേരെടുത്ത് പറയാന്ന് പറഞ്ഞാൽ അവർ അത്രയും ഫ്രണ്ട്ഷിപ്പില് അത്രയും റീൽസും കാര്യങ്ങളും അവരുടെ യൂട്യൂബൊക്കെ കണ്ടിട്ട് നമുക്ക് പ്രചോദനമായിരുന്നു. അമ്മേനോടും അച്ഛനോടുമുള്ള സ്നേഹം, കെട്ടുന്നതിന് മുന്നേ മരുമകൾക്കും അമ്മായിമ്മനോടുള്ള സ്നേഹമൊക്കെ ഞാൻ കണ്ടതാണ്. എന്റെ പേഴ്സണലി പറയാം, കണ്ടപ്പോ എനിക്ക് തോന്നി ഇത്രയും നല്ല കുടുംബമില്ലല്ലോ, ഇത്രയും നല്ല ഏട്ടന്. പക്ഷേ ആ പ്രഗ്നന്റ് ആയിരിക്കുന്ന പെൺകുട്ടിനെ തല്ലി പുറത്താക്കി ഇതാക്കി അവര് വേറെ വീടെടുത്ത് താമസിച്ച് അവര് ലൈവായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഷാജി അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഹെയ്റ്റ് ഉള്ള ഒരു യൂട്യൂബറാണ് ഷാജി എന്ന് എനിക്കറിയാം. കാരണം ആളുടെ ഒരു വീഡിയോ ഞാനിപ്പോൾ റിസെൻ്റ്ലി എന്ന് വെച്ചാൽ ഇന്നലെയോ മെഞ്ഞാന്നെങ്ങാനും ഞാൻ ഒരു വീഡിയോ ഇട്ടു. 2-3 ചീത്തവിളി എനിക്കും വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഷാജിയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ഷാജിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ കുട്ടി അങ്ങനെ ഒരു സെക്ഷൽ അബ്യൂസ് അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ശിക്ഷ ആ ചെയ്ത ആൾക്ക് കിട്ടണം. ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് എനിക്ക് തന്നെ അത്യാവശ്യം 2-3 പൊങ്കാല കിട്ടി. എനിക്ക് നല്ല വൃത്തിക്ക് മനസ്സിലായി ഷാജിക്ക് അത്യാവശ്യം ഹെയ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഒരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി തെറ്റായി തോന്നിയാൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കും, ആ ടോപ്പിക് അവിടെ കഴിയുമെന്നല്ലാണ്ട് പിന്നെ അയാൾ നല്ല ചെയ്താലും അയാളെ തെറി വിളിക്കുക അല്ലെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വെറുതെ കുറ്റപ്പെടുത്തുക, ഈ ഒരു ബിഹേവിയർ എനിക്കില്ല. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പോവാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു ഷാജി ഉമ്മയും തമ്മിലുള്ള പ്രശ്നം വെട്ട് ആര് വെട്ടും നീ വെട്ട് എന്ന് പറഞ്ഞ് തുള്ളുന്ന ഒരു സാധനം. അപ്പം അതിൽ എന്താ ഉമ്മയായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ഉമ്മയായിട്ട് എന്താ ഇഷ്യൂ എന്നുള്ള കാര്യമൊന്നും ഷാജിദ കൺവേ ചെയ്തില്ല. അപ്പം തന്നെ ഞാൻ പറഞ്ഞു എന്തായാലും 1-2 ദിവസം ഒരു വീഡിയോ ആയിട്ട് വരുന്നു. അങ്ങനെ വീട്ടിലെ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഷാജിദ ഒരു ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് കാണാം. രാവിലെ 4 മണിക്ക് എണിച്ചിട്ടുള്ള പരിപാടികളാണ് ഇവിടെ കേട്ടോ. നിങ്ങൾ പറയണ്ടല്ലോ അടുക്കള എന്താ വൃത്തിയല്ലാത്ത അടുക്കള. ഈ ഇമാതിരി സാധനങ്ങളൊക്കെ കൊണ്ടു വെച്ചാൽ അടുക്കള വൃത്തിയാവോ? അതുപോലെ തന്നെ നിങ്ങൾ കാണിച്ചു തരാം. ഇതാ ഈ സംഭവങ്ങളൊക്കെ ചാക്കിൽ കെട്ടിവെക്കുക, കുപ്പകള്. ഇതൊന്നും ഇവിടുന്ന് എന്റെ തണ്ട ഈ പഴയ പാത്രങ്ങളൊന്നും എന്നെ എടുത്ത് മാറ്റാൻ സമ്മതിക്കില്ല. ഇതൊക്കെ ജാമ്പുവാന്റെ കാലത്തുള്ള പാത്രങ്ങളാണ്. ഇതൊന്നും എന്നെ ഇവിടുന്ന് എടുത്ത് മാറ്റരുത്. എന്റെ മരണശേഷം ഇതൊക്കെ മാറ്റാൻ പാടുള്ളൂ. പിടിക്കും മരണശേഷം എടുത്ത് മാറ്റാൻ പാടുള്ളൂ പറഞ്ഞിട്ട് എന്നെ ഇവിടെ വൃത്തിയാക്കാൻ സമ്മതിക്കുകയില്ല. അപ്പൊ ഞാൻ അതവിടെ നിൽക്കട്ടെ. ഞാൻ അവര് സമ്മതം നോക്കിയിട്ടല്ല. വീഡിയോയുടെ തുടക്കം തന്നെ വൃത്തികേടുകൾ കാണിച്ചുകൊണ്ടാണ്. വൃത്തികേട് എന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ അടുക്കള എന്ന് പറഞ്ഞാൽ വൃത്തി ഉണ്ടാവേണ്ട ഒരു സാധനമാണ്. നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നതും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് വളരെ വൃത്തികേടായി വെക്കുന്നു. കാരണം ഉമ്മ സമ്മതിക്കായിട്ടാണ് എന്നാണ്. ഇത് ഉമ്മാന്റെ വീടായിരിക്കാം. ചിലപ്പോൾ ഉമ്മാന്റെ വീട്ടിൽ എന്തൊക്കെ വെക്കണം എന്നുള്ളത് ഉമ്മാന്റെ ഇഷ്ടമാണല്ലോ. നിങ്ങൾ അത്യാവശ്യം ഒരു യൂട്യൂബറാണ്, കയ്യിൽ പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടുന്ന് മാറി വേറൊരു വീട്ടിൽ പോയി താമസിച്ചുകൂടാ? അപ്പം ഇതിൻ്റെ ഏതോ വീഡിയോൻ്റെ ഇടയിലൊക്കെ പറയുന്ന കാര്യമുണ്ട്, ഞാൻ ഈ വീടിന് വേണ്ടി 2 ലക്ഷം രൂപ ചിലവാക്കി. ഓക്കെ ഫൈൻ, ചിലവാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഉമ്മാൻ്റെയും ഈ പെങ്ങളെയും ആറ്റിറ്റ്യൂഡ് ഇതിന് മുമ്പേ അറിയുമെന്നാണെങ്കിൽ പിന്നെ എന്തിനു ഈ വീടിന് വേണ്ടി ചിലവാക്കി? ആ 2 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട് ലീസിന് എടുക്കുവോ അല്ലെങ്കിൽ വാടകയ്ക്ക് നിൽക്കുവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ? അവിടെ പോയി നിൽക്കുന്നതുകൊണ്ടല്ലേ. പിന്നെ ഉമ്മാക്ക് ഷാജീനെ തീരെ ഇഷ്ടമല്ല എന്നുള്ള നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഈ വളരെ മോശമായ രീതിയിൽ മാത്രമേ നിങ്ങളുടെ അടുത്ത് പെരുമാറൂ. അതിനിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ വന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷെ വീഡിയോയിൽ ഞാൻ കണ്ട അടുത്ത രസകരമായിട്ടുള്ളൊരു സാധനം കാണിച്ചു തരാം. ഈ ഒരു സംഭവം അങ്ങോട്ട് പണിക്ക് പോയോടത്തുനിന്ന് അവിടെ ഉംറയ്ക്കൊക്കെ പോയ അമ്മായി പറയില്ല, അവിടെ ഒരു വയ്യാത്ത അമ്മായി ഉണ്ട്, ഇരിക്കില്ല. അപ്പൊ മൂപ്പത്തേക്ക് ഇരുന്ന് പറഞ്ഞ സാധനങ്ങൾ അടുക്കി വെക്കാനുള്ള അളവിലുള്ളതാണ്. അപ്പൊ പുതിയ അലമാരി ഉണ്ടാക്കിയപ്പോ ഈ സാധനം ഇങ്ങോട്ട് എന്തൊക്കെയാണോ ഇങ്ങോട്ട് കാണിക്കുക, എന്റെ വീഡിയോ നീ വേണ്ടി എന്തൊക്കെയാണോ പഴയ സാധനങ്ങൾ എവിടെയൊക്കെയാണോ പണിയെടുക്കാൻ പോകുന്നതോടെ കിട്ടുന്നത് അവിടത്തെയൊക്കെ സാധനങ്ങൾ വലിച്ചു വാരി കൊണ്ടുവരും. എന്നിട്ട് ഇത് ഈ അകത്തിനുള്ളിൽ കയറ്റി വെക്കലാണ് പതിവ്. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഇതാക്കാനോ ബാക്കിയുള്ളതിനോ ഉള്ള അവകാശമില്ല. ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കണ പോലെ. അപ്പൊ ഇനി നിങ്ങൾ ഉമ്മാന്റെ അടിയിൽ കൂടെ വെപ്പ് എന്താണ് ഈ സാധനം വൃത്തിയാക്കുമ്പോൾ അവരുടെ വീടല്ലേ, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവിടെ വെച്ചോട്ടെ. ഇതിനൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ഇവർ മാത്രമൊന്നുമില്ല. ഈ വീട് പണിക്ക് പോകുന്ന ആൾക്കാർ നമ്മളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവർ കൊണ്ടുപോകുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പുതിയ വീട്ടിലോട്ട് മാറിയ സമയത്ത് എൻ്റെ പഴയ വീട്ടിലുണ്ടായിരുന്ന TV നമ്മളുടെ വീട്ടിൽ പണിയെടുക്കാൻ വന്ന ചേച്ചിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ചേച്ചി അത് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ വല്ല അലമാരയോ കട്ടിലോ അല്ലെങ്കിൽ ടേബിളോ ഒക്കെ പഴയതാണെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാമല്ലോ. എന്തിനാ വെറുതെ? ഇപ്പോൾ ഒന്നും ഒരു തെറ്റായ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടോ ഓക്കെ ഫൈൻ.
ഉമ്മാന്റെ അടി കൂടെ വെപ്പ് എന്താണ് ഈ സാധനം വൃത്തിയാക്കുമ്പോഴും ഈ ഒരു സംഭവം ഇതാ അടി കൂടുള്ള വെപ്പാണ്. നിങ്ങൾ ചോദിച്ചില്ലേ തകിട് 1 രൂപ അരി ഇതൊക്കെ നിങ്ങൾ കാണണം. ഞാൻ എന്തിനാണ് ഇങ്ങനെ കുറ്റം. ഇതാ ഈ പൂവില്ലേ, ഇത് വാടിയിട്ട് അധികം ദിവസമായിട്ടില്ല. ഈ പൂവ് അധികം ദിവസമായിട്ടില്ല. തകിട് ഇതൊന്നും കൈ കൊണ്ട് തൊടാനേ പാടില്ല പഠിച്ചോനെ. ഇതാ 1 രൂപ അരി ഈ ഒരു കാണിക്കേ, ഈ ഒരു സാധനങ്ങള് ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണേ. എന്തിനാണ്? എന്നെ കാണുന്നുണ്ടാടാ? എന്തിനാണറിയോ? ഞാനും മക്കളും ഇവിടുന്ന് തല്ലുകൂടി തെറ്റി ഇവിടുന്ന് മനസ്സ് മുട്ടി മാറി ഇവിടുന്ന് പോണം. ഇതായിരുന്നു പണ്ടും എന്റെ കയ്യൂർക്കുള്ള ടൈമിലും പണ്ടും ഞങ്ങളുടെ വേറെ വെക്കല് ഈ ഒരു സംഭവം. ഇത് പടച്ചോനായിട്ട് എനിക്ക് കാണിച്ചതാണ്. പടച്ചോൻ ഓരോന്ന് ഞാൻ ഈ വീഡിയോയിൽ കണ്ട രസകരമായ സാധനം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഈ ഉമ്മാനെ കുറ്റം പറയുന്നതും അവരവരുടെ പേഴ്സണൽ കഥ പറയുന്നത് എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളുണ്ട്. തകിട്, ഭസ്മം, കോയിൻ, അരി. അപ്പം ഇതെന്തോ ഒരു തരത്തിലുള്ള എന്താ പറയുക മുട്ട കൂടോത്രം അല്ലേ, എന്തോ ഒരു തരത്തിലുള്ള കൂടോത്രമാണിത്. അപ്പം ഷാജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇത് എന്നാ. വിശ്വസിക്കാണ്ടിരിക്കാനൊന്നും പറ്റൂല. കാരണം വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പേപ്പറിൽ കെട്ടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സംശയിക്കാം. കാരണം ഇന്ന് കാലത്ത് ഈ കൂടോത്രങ്ങൾ വളരെ കൂടുതലാണ്. ഇപ്പം എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ നിങ്ങൾ എൻ്റെ ഷോർട്സ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഒരു പാലം പണി നടക്കുന്നുണ്ട്. ഈ പാലം പണിയോട് ചേർന്നിട്ട് ഈ പാലത്തിൻ്റെ താഴെ ചെറിയൊരു തോട് കേട്ടോ. നമുക്ക് എന്താ പറയുക, കാല് ചവിട്ടുന്ന മണ്ണ് അങ്ങനത്തെ ഒരു തോട്. ഞാൻ പണ്ട് ഇപ്പം അല്ല ഒരു 2-3-4 കൊല്ലം മുമ്പൊക്കെ നമ്മൾ ഈ പാലം പണിക്കൊക്കെ കുറച്ച് മുമ്പായിട്ട് നമ്മൾ തോടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഞാൻ കാണുന്ന 2 സാധനമുണ്ട്. ഒന്ന് ഈ നമ്മുടെ കുമ്പളങ്ങയില്ലേ, കുമ്പളങ്ങയിൽ ഇങ്ങനെ കത്തിയും കൊണ്ട് എന്തൊക്കെയൊക്കെയോ ഷേപ്പൊക്കെ ആക്കി രൂപമൊക്കെ വരച്ച് അതിൻ്റെ ഉള്ളിലിടുക. പിന്നെ അതുപോലെ തന്നെ ഈ തേങ്ങേൻ്റെ മുകളിൽ ഈ റെഡ് തുണി ഇങ്ങനെ കെട്ടിയിട്ടുള്ള സാധനങ്ങൾ, കുടങ്ങൾ, ഇതൊക്കെ ഞാൻ കാണലുണ്ട്. അപ്പം ഞാനിങ്ങനെ ചോദിക്കും ഇതെന്ത് സംഭവം. ഇങ്ങനെ പാലത്ത് പോകുമ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്നോട് എന്തോ കൂടോത്രമാണ്, അപ്പുറത്ത് വീട്ടിൽ വരെ ചെയ്തതാണ് എന്ന് വെച്ചാൽ അവരെന്നല്ല, നമ്മളെ നേരെ ചെയ്തു എന്നല്ല, ഏതോ ആൾക്കാർ എന്തൊക്കെയോ കൂടോത്രങ്ങൾ ചെയ്തിട്ട് ഇവർക്ക് കൊടുത്തിട്ട് ഇവർ ഏതെങ്കിലും വെള്ളത്തിൽ ഒഴുക്കാൻ പറയുമ്പോൾ കാണുന്ന പാലത്തിൻ്റെ ഉള്ളിൽ ഒഴുക്കി പോകുന്നൊരു സാധനമാണ്. അപ്പം ഈ കൂടോത്രങ്ങൾ ഭയങ്കര കൂടുതലാണ്. അതിൽ വിശ്വസിക്കുന്നവരും ഉണ്ട്, വിശ്വസിക്കാത്തവരും ഉണ്ട്. വിശ്വസിക്കാത്ത ആൾക്കാരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓക്കെ ഫൈൻ ബൈ. വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്കിത് ഭയങ്കര പേടിയാണ്. കാരണം എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചത് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാലും അവരുടെ മൈൻഡിൽ വരുന്ന ഒരു തോട്ട് ഇതായിരിക്കും. അപ്പോൾ ഈ അമ്മ ചെയ്യുന്ന ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഉമ്മ ചെയ്യുന്ന ഈ പ്രവൃത്തി വളരെ മോശമാണ്. വളരെ മോശമാണ്. നിങ്ങൾക്ക് അവരുമായിട്ട് എന്തൊക്കെ തരത്തിൽ പ്രശ്നം ഉണ്ടെങ്കിലും, അത് തല്ലാണെങ്കിലും ഒച്ചപ്പാടാണെങ്കിലും കച്ചറയാണെങ്കിലും വഴക്കാണെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഓരോ തോന്നിവാസം ചെയ്യരുത്. ഈ 2024 ഈ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ടല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ഇത് പടച്ചോനായിട്ട് എനിക്ക് കാണിച്ചതാണ്. പടച്ചോൻ ഓരോന്ന് എനിക്ക് എൻ്റെ മക്കൾക്കും കാണിച്ചു തരുന്ന സംഭവമാണ്. ഈ ഒരു പെറ്റ തള്ള ചെയ്യണ പരിപാടിയാണ്. 2 കൂടും തകിട് കൊടുന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഡപ്പ ഇത് പൂട്ടിയിട്ടാണ് പോവല്. ഈ സാധനം പൂട്ടാൻ പറ്റും. ഈ സാധനം ഞാൻ നോക്കലേ ഇല്ല. അപ്പൊ എനിക്കെന്തറിയോ, എന്തിനാ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റവന്യൂ യൂട്യൂബിൽ കിട്ടുന്ന ആളാണ്. അത്യാവശ്യം നല്ല 1 ലക്ഷത്തിൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നല്ലൊരു ഏർണിംഗ് ഉള്ള ആളല്ലേ. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വാടകയ്ക്ക് ഒരു വീട്ടിൽ നിന്നൂടെ? ഈ വീഡിയോൻ്റെ ഇതിലൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് സാധനങ്ങൾ വാങ്ങുന്നത് ഞാനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണ്, വീട് നോക്കുന്നത് ഞാനാണ്, അതാണ്, എനിക്ക് TV ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് വീട് മാറി നിന്നൂടാ? നിങ്ങൾ ആ വീട്ടിൽ തന്നെ കടിഞ്ഞു തൂങ്ങി നിൽക്കേണ്ട ആവശ്യം എന്താണ്? അല്ലെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യം എന്താണ്? ഇത്രയും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ആ ഉമ്മാക്ക് പ്രശ്നം തീരും. ഓരെന്തെങ്കിലും അവിടെ ചെയ്തു തന്നോട്ടെ, എന്നും തീരും. നിങ്ങൾ ഇതൊന്നും ചെയ്യാണ്ട് ഇതും സഹിച്ച ആ വീട്ടിൽ നിൽക്കുന്ന ആ മക്കൾക്ക് എവിടെയാണ് നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? എവിടെയാണ് നിങ്ങൾ ആ മക്കളെ സംരക്ഷിക്കുന്നത്? ഇത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വീഡിയോൻ്റെ ഇടയിൽ നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അയ്യോ പഠിച്ചോനെ എന്താ പറ്റുക എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിൽക്കാണ്ട് പോയി രക്ഷപ്പെടാൻ നോക്കുക. അപ്പോൾ സ്വന്തം മകളിലെ പേരക്കുട്ടികളെ ഇവിടുന്ന് മനസ്സ് മുട്ടി ഇവിടുന്ന് പോവാൻ വേണ്ടിയിട്ടും 2 പെൺകുട്ടികളെ ഇവിടെ ഇപ്പോൾ 2 മാസം വെക്കേഷനാണ്. ഞാൻ പോയിട്ട് വേണം അവർക്ക് ഇവിടെ വന്നിരിക്കാൻ. അതിന് വേണ്ടി ചെയ്തു വെച്ചാണ്. എന്താണ് അടികൂടുള്ള പണി എന്നുണ്ടല്ലോ. അപ്പൊ ഇതാണ് അടികൂടുള്ള പണി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ട്.
നമ്മുടെ നബിക്ക് പോലും സിഹർ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പഠിച്ചത് ഒരു വിവരം. അപ്പോൾ നമ്മുടെ നബിന്റെ അനുയായികളായ നമുക്ക് എന്തായാലും ബാധിക്കും. അപ്പൊ ഇത് കണ്ടല്ലോ, ഇത് എന്റെ പടച്ചോൻ എനിക്ക് കാണിച്ചു തന്നാണ്, എനിക്കും എന്റെ മക്കൾക്കും കാണിച്ചതാണ്. അപ്പൊ ഞാൻ ഇതെന്തായാലും ഇതൊക്കെ എടുത്ത് വലിച്ച് പുറത്തിടാൻ പോവാണ്. ഇവിടെയൊക്കെ ക്ലീൻ ആക്കി. നിങ്ങൾ ഈ യൂട്യൂബിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന നേരത്തെ ആദ്യം ആ വീട്ടിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാൻ നോക്കുക. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ സൈഡിൽ കൊണ്ടുപോയിടും. അതുമായി ബന്ധപ്പെട്ടിട്ട്, കാരണം നിങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട്. അതാണ് നിങ്ങൾ നബിക്ക് പറ്റിയതാണ് അപ്പോൾ എനിക്കും പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് എന്താ ഉണ്ടാവുക, ഇതിൻ്റെ താഴെ കുറച്ച് കമൻറ്റ് വരും. എനിക്ക് തോന്നുന്നത് ഇതിലും ഷാജിക്ക് നെഗറ്റീവ് കമൻറ്റാണ് വരിക. കാരണം സ്വന്തം മോൻ്റെ ഒരു വിഷയം സംസാരിച്ച സമയത്ത് അത് വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ എനിക്ക് കുറേ ചീത്ത കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഹെയ്റ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിൽക്കാൻ ശ്രമിക്കും. നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരെ തന്നെ നമ്മൾ അധികം ഡിപ്പെൻഡ് ചെയ്യരുത് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളെ തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഉമ്മാനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവിടെ എന്തിനാണ് നിൽക്കുന്നേ എന്നുള്ള കാര്യവും എനിക്ക് ബേസിക്കലി ഇതിൽ മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് സ്വയം സുഖമായി ജീവിക്കാൻ പറ്റുന്നതാണ്. പറ്റുമെങ്കിൽ അത് ചെയ്തങ്ങ് പോകാൻ നോക്കും. ഇനി ഇതിൻ്റെ പേരിൽ ഞാൻ ഷാജിദേൻ്റെ BR ആണെന്ന് പറഞ്ഞിട്ടൊന്നും ആരും വരാൻ നിൽക്കണ്ട. ഞാൻ BR അല്ലെങ്കിൽ WR CR ഒന്നും ആയിട്ടൊന്നുമല്ല. തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയും, നല്ലത് കണ്ടാൽ നല്ലവും പറയും. ആ ആറ്റിറ്റ്യൂഡിലുള്ള ആളാണ്. കാരണം ഷാജിദ് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളോ കുടുംബക്കാരോ ഒന്നുമല്ല. അവന് നേരിട്ടൊരു പ്രശ്നമാണ്. കാരണം ഇങ്ങനത്തെ കൂടോത്രങ്ങൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പരിപാടികളും എത്രയോ എണ്ണം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരും ഒക്കെ നമ്മുടെ ഈ ചുറ്റുപാടിലുണ്ട്. അത് കണ്ട് ഇതൊരു ബിസിനസ്സാക്കി മാർക്കറ്റാക്കി പോകുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം ഇത്രയേ പറയാനുള്ളൂ. പൈസ ഉണ്ടല്ലോ, മാറി താമസിക്കുക, വാടകയ്ക്ക് ഈ വിഷയം സുഖമായിട്ട് തീരും. എന്നിട്ട് നല്ല കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ അക്കൗണ്ട് ഫ്രണ്ടോട്ട് കൊണ്ടുപോകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഒരു ലൈക്കും. ബൈ.